പങ്കെടുത്തില്ലെങ്കിൽ അങ്ങനെ പങ്കെടുക്കാതിരിക്കാം. പക്ഷെ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു യുദ്ധത്തിലേക്ക് നിങ്ങൾ പോയി. അതൊരു തെറ്റായ തീരുമാനമായിരുന്നോ? എന്നിട്ട് നിങ്ങൾ എവിടേക്കാണ് പോയത്? ഈ മന്ത്രി, റവന്യൂ മന്ത്രി എന്നിട്ട് അന്ന് പറഞ്ഞത് എനിക്കൊരു അസൗകര്യമുണ്ടായിരുന്നു, നേരത്തെ നിശ്ചയിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു എന്നാണ്. നിങ്ങൾ പറയുന്നത് ഇതൊരു വലിയ വിജയമായിട്ടാണ്, വലിയൊരു നേട്ടമായിട്ടാണ്. അങ്ങനെ നേട്ടമുള്ള കാര്യമെന്ന് പറയുമ്പോൾ അതിനാണല്ലോ പ്രാധാന്യവും കൊടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ആ പ്രാധാന്യം ഉണ്ടാകണമല്ലോ. പക്ഷേ ഈ പ്രധാനപ്പെട്ട യോഗം നിങ്ങളെ സംബന്ധിച്ച് അപ്രധാനമായി. എന്നിട്ട് നിങ്ങൾ പ്രധാനമെന്ന് പറഞ്ഞ ഒരു പരിപാടി ഞാൻ പറയാം. CPIയുടെ പിന്തുണയുള്ള കോളേജ് അധ്യാപക സംഘടനയായ പ്രോഗ്രസീവ് ഫെഡറേഷൻ ഓഫ് കോളേജ് ടീച്ചേഴ്സിൻ്റെ ദ്വിദിന ക്യാമ്പ്. കേരളം കേൾക്കുകയാണ് കേട്ടോ. ശ്രീ KK ശിവരാമൻ, അങ്ങനെ ഒരു സംഘടന ഉണ്ടെന്ന് അറിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ തീരുമാനത്തിലൂടെ അത് അംഗീകരിക്കുന്നു. അതിൻ്റെ ദ്വിദിന ക്യാമ്പ്, അതിൻ്റെ ഉദ്ഘാടകൻ കാനമാണ്. വിശിഷ്ടാതിഥി മാത്രമാണ് റവന്യൂ മന്ത്രി. പങ്കെടുത്തതൊരു 150-ൽ താഴെ പേർ. ഇത്ര പ്രാധാന്യത്തോടെ ഈ യോഗത്തിൽ പോയി ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പ്രകോപിപ്പിച്ച് നിങ്ങൾ തന്നെ വിളിച്ചു വരുത്തിയതാണോ ഇന്നത്തെ ഈ തിരിച്ചടി? ശ്രീ ശിവരാമൻ, ശ്രീ ശിവരാമനുള്ള ചോദ്യത്തിന് ഒന്ന് ചേർത്ത്, അതായത് അന്ന് ശ്രീ കാനം രാജേന്ദ്രൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ CPM മാത്രമല്ല. ഇന്ന് പിണറായി വിജയൻ തെളിയിച്ചു ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ CPM മാത്രമാണ്. അതിന് ശ്രീ ശിവരാമൻ മറുപടി പറയുന്നത്. ശരി. അല്ല, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. ഇവിടെ CPIക്ക് വ്യക്തമായ നയമുണ്ട്, വ്യക്തമായ നിലപാടുണ്ട്. ഗവൺമെൻറ്റിനും നിലപാടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന പൊതുവായ നയങ്ങളുണ്ട്. ആ നയത്തിന് വിരുദ്ധമായ ഒരു യോഗമായിരുന്നു മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയത്. എനിക്കിപ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. കാരണം മൂന്നാറിലെ ഒരു നിവേദനം, ആ നിവേദനത്തിൽ 2 കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, മൂന്നാറിലെ കൈവശ കച്ചവടക്കാർക്ക് പട്ടയം ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. ഒരു നിയമനിർമ്മാണം ബാക്കിയുണ്ട്, അതിൽ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു യോഗത്തിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്, കുത്തകപ്പാട്ടക്കാരുടെ പ്രശ്നം. 113 കുത്തകപ്പാട്ടക്കാർ, അവരെ ഒഴിപ്പിക്കരുത്. അവരെ ഒഴിപ്പിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഗവൺമെൻറ്റിന് വേണ്ടി റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കുത്തകപ്പാട്ടക്കാരനെയും ഒഴിപ്പിക്കത്തില്ല എന്ന്. മൂന്നാമത്, അതിൻ്റെ ഭാഗമായി അവസാനം ചേർത്തത് ഒരു കുത്തകപ്പാട്ടക്കാരനായ ശ്രീ ജോർജിന് ഒഴിപ്പിക്കൽ നോട്ടീസ് കൊടുത്തു. അതാണ് പ്രശ്നം. ഇവിടെ നേരത്തെ വിജയ് പറഞ്ഞതൊന്നും ശരിയല്ല. നിവേദനത്തിൽ ജോർജിനാണ് പ്രാധാന്യം. കുത്തകപ്പാട്ടക്കാരനെ ഒഴിപ്പിക്കുന്നു. ജോർജായി നിവേദനം കൊടുത്തിട്ടുണ്ടാകാം, അല്ലാതെ ഇവരാരും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ലല്ല, നിവേദനമൊക്കെ ഞാൻ വായിച്ചതാണ്. നിവേദനം ജോർജിന് വേണ്ടിയുള്ള നിവേദനമാണ്. കുത്തകപ്പാട്ടക്കാരുടെ പ്രശ്നം പറഞ്ഞത് ജോർജ് കുത്തകപ്പാട്ടക്കാരനാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടിയാണ്. ജോർജിനെതിരെയുള്ള ശ്രീ KK വിജയൻ, ആരെയാണ് താങ്കൾ തെറ്റിദ്ധരിപ്പിച്ചത്? അവിടെ ശ്രീ ശിവരാമൻ പറയുന്നു ആ നിവേദനം വായിച്ചിട്ടുണ്ട്, അത് ജോർജിന് വേണ്ടിയുള്ളതാണെന്ന്. തടയണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ശിവരാമൻ CA കുര്യനോട് ചോദിക്കുന്നതല്ലേ ശരി? ഹലോ, പറഞ്ഞോളൂ. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്, CA കുര്യനോട് ചോദിച്ചിട്ടുണ്ട്. CPI ആ നിവേദനം കണ്ടതാണ്. അത് പാർട്ടി ജില്ലാ കൗൺസിൽ പരിശോധിച്ചതാണ്. ആ നിവേദനത്തിൽ കുര്യച്ചൻ ഒപ്പിട്ട് തെറ്റാണ് തീരുമാനിച്ചു. അവിടെ ഒപ്പിട്ട മറ്റ് സഹാക്കളുടെ നടപടി തെറ്റാണ് തീരുമാനിച്ചു. പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പം അവർ നിന്നു. നിവേദക സംഘത്തോടൊപ്പം CA കുര്യൻ ഉണ്ടായിരുന്നു എന്ന് വിജയൻ നേരത്തെ പറഞ്ഞത് ശരിയല്ല. നിവേദക സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല. അത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ച കുര്യനോട് ചോദിക്കൂ എന്ന് ശ്രീ ശിവരാമനെ താങ്കൾക്ക് പ്രതിരോധത്തിലാക്കാം. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബാക്കിയുള്ളവർ ചോദിക്കുകയാണ് താങ്കളോട്, താങ്കൾ ഒരു തെറ്റായ പ്രസ്താവന നടത്തി, അത് ആരെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു? അതും CA കുര്യനോട് ചോദിക്കണോ? കണ്ട ശിവരാമൻ പറയുന്നു അതിൽ നിവേദനത്തിൽ അതുണ്ടെന്ന് പറയുന്നു. അതിൽ ആരാണ് ശരി, ആര് പറയുന്നതാണ് ശരി എന്നറിയാൻ നമുക്ക് മാത്രമല്ല ഇത് കേൾക്കുന്ന ജനങ്ങൾക്കും താല്പര്യം. വിവരാവകാശമുള്ളവരാണ്, നമുക്കറിയാൻ അവകാശമുണ്ട്. അതിലങ്ങനെ അത് തടയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കാരണമാണ് റവന്യൂ മന്ത്രി അത് സാധ്യമല്ല എന്ന് പറഞ്ഞത്. മടങ്ങി വന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് മീറ്റിംഗ് വിളിപ്പിക്കാൻ ഡയറക്ഷൻ കൊടുക്കുകയും റവന്യൂ മന്ത്രി അറിയാതെ റവന്യൂ സെക്രട്ടറി മീറ്റിംഗ് വിളിക്കുകയുമാണ് ചെയ്തത്. ശ്രീ വിജയൻ, താങ്കൾ പറയൂ. അല്ല, ജോർജിന്റെ വിഷയം അവിടെ ചർച്ചയ്ക്ക് വന്നിട്ടില്ലല്ലോ. നിവേദനത്തിലുണ്ട്. ജോർജിന്റെ വിഷയം കോടതി കിടക്കുന്ന വിഷയമാണ്. അത് കോടതിയിൽ നിവേദനത്തിലില്ല എന്ന് താങ്കൾ പറഞ്ഞു എന്ന് മാത്രമല്ല, ഇനി ജോർജ് പറഞ്ഞിട്ടുണ്ടാകാം എന്ന്. നിവേദനം ചിലപ്പോൾ ജോർജ് കൊടുത്തിട്ടുണ്ടാവാം, അത് ഞങ്ങൾക്കറിയില്ല. ജോർജിന്റെ വന്നിട്ടില്ലല്ലോ അവിടെ. ഇവിടെ ശ്രീ ശിവരാമൻ പറയുന്ന അദ്ദേഹം അത് വായിച്ചിട്ടുണ്ട് എന്നും അതിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുമാണ്. അത് ശിവരാമന്റെ അടുത്ത് ചോദിക്കുക. എന്റെ അറിവ് ഇങ്ങനെയാണ്. അതിനകത്ത് ജോർജിന്റെ കാര്യം പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ശരി ശരി, ഞാൻ താങ്കളോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഈ ടെലിഫോണിൽ തുടരണമെന്ന്. കാരണം CPMന്റെ ഒരു ഭാഗം പറയാൻ താങ്കൾ മാത്രമേ ഉള്ളൂ ഈ ചർച്ചയിൽ. ശ്രീ KK ശിവരാമൻ, നിങ്ങൾ തമ്മിലുള്ളൊരു തർക്കമായി അത് എത്ര നേരം വേണമെങ്കിലും നീളും.
കാരണം മറുപടികളില്ലാത്തൊരു കാര്യമായിരിക്കുന്നതുകൊണ്ട്, മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം ഭാഗികമായി മാത്രം ഏറ്റെടുക്കുന്ന 2 പേരായിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അതവിടെ വിടാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ശക്തമായ മറുപടി താങ്കൾക്ക് പറയുകയും ചെയ്യാം. ജോർജിന് എതിരായിട്ടുള്ള വിധി വന്നിട്ടുണ്ടല്ലോ, അവിടെ തുടർ നടപടികളിലേക്ക് പോകുമോ? ശിവരാമനല്ല, പ്രേംകുമാറല്ല, ഇനി ആര്? ശിവരാമനല്ല, ശ്രീറാമല്ല, പ്രേംകുമാറല്ല, ഇനി ആരവിടെ ചുമതല ഏറ്റെടുത്താലും അയാൾ എന്നത് റവന്യൂ വകുപ്പിൻ്റെ തീരുമാനം നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അവിടെ നിന്ന് ജോർജിനെ മാറ്റി അവിടുത്തെ ദീർഘകാല റവന്യൂ വകുപ്പിൻ്റെ ആവശ്യമായ ഭൂമി മറ്റെവിടെയും കണ്ടെത്താൻ കഴിയാതെ പോയ വില്ലേജ് ഓഫീസിനുള്ള ഭൂമിയായി അത് മാറുന്നു. അവിടെ പുതിയ വില്ലേജ് ഓഫീസ് വരുന്നു. സാധ്യമാകുമോ? തീർച്ചയായിട്ടും സാധ്യമാകും. കാരണം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നുള്ളത് CPIയുടെ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ചിരിക്കുന്ന തീരുമാനമാണ്, മുന്നണിയുടെ നയമാണത്. സർക്കാർ ഭൂമി കയ്യേറി വ്യാജരേഖകൾ ഉണ്ടാക്കി വിറ്റ് കാശ് വാങ്ങുന്ന, റിസോർട്ടുകൾ ഉണ്ടാക്കുന്ന അവിടെ വില്ലേജ് ഓഫീസ് വരും, ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ള അവിടെ വില്ലേജ് ഓഫീസ് വരും അല്ലേ ശ്രീ ശിവരാമൻ? അവിടെ വില്ലേജ് ഓഫീസ് വേണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കണം. ഭൂമി പിടിച്ചെടുക്കും. ഈ 22 സെൻറ്റ് ഭൂമി ഗവൺമെൻറ് പിടിച്ചെടുക്കും. ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ശ്രീറാം വെങ്കിട്ടരാമൻ ശക്തമായ നടപടി സ്വീകരിച്ചു. പക്ഷേ IAS-കാരിൽ ഇങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന നിഗമനത്തിലേക്ക് പോകാൻ പാടില്ല. ഇവിടെ പണ്ട് ശ്രീ രാജു നാരായണ സ്വാമി കളക്ടറായി അദ്ദേഹത്തിന് സ്ഥലമാറ്റം വന്നപ്പോൾ ഹർത്താൽ ആചരിച്ച ജില്ലയിലെ. അങ്ങനെയെങ്കിൽ ഞാനും ചില പഴയ ഉദാഹരണങ്ങളിലേക്ക് പോകാം ശ്രീ ശിവരാമൻ. IAS-കാരുടെ കാര്യം മാത്രമല്ല നാം ഉദാഹരിക്കേണ്ടത്. മന്ത്രിമാരുടെ കാര്യത്തിലേക്ക് വരാം. അവസാനിപ്പിക്കട്ടെ, പറഞ്ഞോളൂ. അതിനുശേഷം ഞാൻ പറഞ്ഞു വന്നത് അവസാനിപ്പിക്കട്ടെ. അതിനുശേഷം വന്ന കളക്ടർ അതിനേക്കാൾ ജനകീയനായ കളക്ടറായി മാറി. ഞാൻ പറഞ്ഞ IAS-കാരെ നമ്മൾ അടച്ചാക്ഷേപിക്കരുത്. അവരെല്ലാവരും, ഈ ഒരാളൊഴിച്ച് എല്ലാവരും മോശക്കാരാണ്. വ്യക്തമാണ്. ഇനി മറ്റൊരു ഉദാഹരണത്തിലേക്ക് വരാം. നമുക്ക് ഇപ്പോൾ 4 മന്ത്രിമാരുണ്ട്. CPIക്ക് ഇപ്പോൾ 4 മന്ത്രിമാരുണ്ട്. ഇവിടെ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ കൃത്യമായി പറഞ്ഞു, ഔട്ട് ഓഫ് അജണ്ടയായി വന്നപ്പോൾ ഇതിപ്പോൾ തെറ്റായൊരു സന്ദേശം നൽകുമെന്ന്. 2 മാസത്തിനുള്ളിൽ തീരുമാനമെടുത്താൽ മതിയാകും. അത്ര ഗൗരവത്തോടുകൂടി എല്ലാവരെയും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമൊന്നും അല്ലല്ലോ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു കോടതി വിധി എതിരായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ജേക്കബ് തോമസിനെ മാറ്റി. ഇവിടെ ഒരു കോടതി അനുകൂലമായ വിധി വരുമ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥനെ മാറ്റുന്നു. ഇനി കോടതി വിധി എതിരായതുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെ മാറ്റിയതിനെ നീതീകരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ അവിടെ ഒരു ചുമതല ഏൽപ്പിക്കണ്ടേ മറ്റൊരാളെ? വിജിലൻസ് എന്ന് പറയുന്നത് ഈ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആണല്ലോ, അഴിമതി വിരുദ്ധതയാണല്ലോ ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. അവിടെയില്ല. അധിക ചുമതല കൊടുത്തിരിക്കുകയാണ് DGPക്ക്. DGPക്ക് കൊടുക്കാൻ പാടില്ല അവിടെ അധിക ചുമതല. ഒന്നുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൂടാ എന്നതുകൊണ്ടാണല്ലോ 2 DGP കേഡർ തസ്തികകളാക്കി അത് വെച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കോടതി ഇപ്പോൾ ചോദിക്കുകയാണ് അവിടെ നാഥനില്ലേ എന്ന്. എന്നിട്ടും അവിടെ നാഥനില്ലാത്ത അവസ്ഥ തുടരുകയാണ്. ഇവിടെ അതെ, ക്യാബിനറ്റ് ഇന്ന് ചേരുകയും ചെയ്ത ഇവിടെ തിരക്കിട്ട് ഈ തീരുമാനം എടുക്കുന്നു. എൻ്റെ ചോദ്യം അതൊന്നുമല്ല. കഴിഞ്ഞ VS സർക്കാരിൻ്റെ കാലത്ത് ഈ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാക്കാൻ മന്ത്രിസഭ തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ പണം ആ കൃഷി വകുപ്പിൽ നിന്ന് കണ്ടെത്തണമെന്ന് തോമസ് ഐസക്ക് ശാഠ്യം പിടിക്കുന്നു. അങ്ങനെയല്ല, ഇതൊരു പൊതു ആവശ്യമാണ്, അതുകൊണ്ട് ധനവകുപ്പിൽ നിന്ന് തന്നെ അതിൻ്റെ പണം നീക്കി കിട്ടണമെന്നൊരു തർക്കം വരുന്നു. അന്ന് ആശാനാണ് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി. അന്ന് C. ദിവാകരനാണ് ഇന്ന് ചന്ദ്രശേഖരൻ്റെ അതേ ചുമതലയുള്ള വ്യക്തി. അന്ന് C. ദിവാകരനും ബാക്കി 3 മന്ത്രിമാരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈ തീരുമാനമെടുക്കുകയാണ്. ഇതിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്, അത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന്. അങ്ങനെ തീരുമാനമെടുത്തു. ആ നിലയിൽ തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിൽ പോയി അതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്തു. പൊതുവായ ഫണ്ടിൽ നിന്ന് തന്നെ പണം നീക്കി വെക്കേണ്ട നില ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു ഉദാഹരണവുമുണ്ട് സാർ. നിങ്ങളുടെ പാർട്ടിയിലെ മന്ത്രിമാർക്ക് ഇപ്പോഴും ക്യാബിനറ്റ് നോട്ട് കിട്ടുന്നുണ്ടല്ലോ. ചന്ദ്രശേഖരൻ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ യോഗം ചേരുന്നുണ്ടല്ലോ. കാനവുമായി അനൗപചാരിക ചർച്ച ഈ 4 മന്ത്രിമാർ നടത്താറുണ്ടല്ലോ. ഈ പറയുന്ന ക്യാബിനറ്റ് അജണ്ടയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തീരുമാനമെടുക്കണമെന്ന്. ഇന്നെന്തേ അത് കഴിഞ്ഞില്ല? ഇന്നെന്തേ അടുത്ത മന്ത്രിസഭാ യോഗത്തിലേക്കെങ്കിലും അത് മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് വിജയിപ്പിക്കാൻ ഈ 4 കേമന്മാർക്ക് കഴിയാതെ പോയി? അല്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. കാരണം ക്യാബിനറ്റിൽ എങ്ങനെയെല്ലാമാണ് അവർ ഇടപെട്ടു, ക്യാബിനറ്റ് യോഗങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്നതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നേരത്തെ നടന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, അത് നടന്നിട്ടുണ്ടാവാം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പൊതുവായി അംഗീകരിച്ചിരിക്കുന്ന നയങ്ങളുണ്ട്. ആ നയങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് ഓരോ വകുപ്പിൻ്റെയും ചുമതല. റവന്യൂ വകുപ്പ് എന്ന നിലയിൽ
ചന്ദ്രശേഖരൻ അതിന് ഒട്ടനവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടി ഉണ്ടാവും എന്നാണ് ഞാൻ കരുതേണ്ടത്. അതുണ്ടായില്ലെങ്കിൽ നമുക്ക് ആ പ്രശ്നം അപ്പോൾ ചർച്ച ചെയ്യാം. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത് ഓരോരുത്തരും അവരവരുടേതായ വ്യാഖ്യാനങ്ങൾ നൽകി ഈ കാര്യങ്ങളെ വേണമെങ്കിൽ നമുക്ക് വഷളാക്കാം. ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല, അതിലേക്ക് കടക്കാൻ പറ്റിയ സന്ദർഭമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പക്ഷേ അത് അവിടെ വിടുന്നില്ല. ഞാൻ വേഗം ഒരു ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ചന്ദ്രശേഖരൻ്റേത് ഒരൊറ്റപ്പെട്ട ശബ്ദമായതിന് പിന്നിൽ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന മറ്റു മന്ത്രിമാരുടെ കുറുമുന്നണിയോ? ഇടവേളയ്ക്ക് ശേഷം.